ഹലോ നമസ്കാരം. എല്ലാവർക്കും ഷാലസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് മുട്ട മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്കായി ആദ്യം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് മുട്ടയൊന്ന് വറുത്തെടുക്കണം. മുട്ട വറക്കുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വറുത്തെടുക്കണം. ഒരു 2 മിനിറ്റ് വറുത്താൽ മതി. എന്നിട്ടതൊരു വേറെ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് അതിലേക്ക് ജീരകം ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഉള്ളി വഴന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ മതി. ഉള്ളി വഴന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുക. അതൊന്ന് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് മിക്സായതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വഴറ്റുക. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും, വെന്ത് കിട്ടും. അത് തക്കാളി വെന്തതിന് ശേഷം അതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തിടും. എന്നിട്ട് ലാസ്റ്റിൽ കുരുമുളക് പൊടിയും പെരുംജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല സ്വാദിഷ്ടമായ മുട്ട മസാല തയ്യാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മല്ലിയിലയും കൂടെ ചേർക്കുക കുറച്ച്.